അഞ്ചാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശൻ്റെ സ്വരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ കാര്യം അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം. ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരിതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു. അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത്. സതീശൻ്റെ വാക്കുകളാണ്. ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ? ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലല്ലോ. പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ. മലബാറിൽ പുതിയ 33 സ്കൂളുകൾ തുറക്കാൻ UDF സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ VD സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അത്? കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത്. മലബാറിന് അനുവദിച്ച 33 സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ്. സതീശന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ TK അബ്ദുള്ളയാണ്. ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ്. തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ല വിള ചമയുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ നിലപാടല്ല, സ്ഥായിയായ നിലപാടാണ്. വർഗീയതയുമായി ബന്ധമില്ല. മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും. വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും. ഏത് വർഗീയതയായാലും എതിർക്കും. ഇതാണ് ഞങ്ങളുടെ സ്ഥായിയായ നിലപാട്.